ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ ആളുകൾ ഈ ജഗി ഓൺലൈനിൽ വിളിച്ച് ഫുഡ് കൊടുക്കുന്നത് അവർ ഞാൻ സിറ്റി സൊമാറ്റോ സ്ഥാപനം അവരെ പറ്റി പറയുന്നുണ്ട്. അവർ പറയാനുള്ള മുന്നിലാണ് ഈ പരിപാടി അവസാനിക്കുക. സൊനാറ്റ സൊമാറ്റോ അവർ തന്നെ സിറ്റി ഈ വലിയ പരാതി ഉയർന്നുണ്ട്. അവരാണ് പരാതി കൊടുക്കുന്നത്. കാരണം അവർ ജഗി അവിടെ പോലെ അപ്പോൾ അവർ പറയുന്നത് അവസാനിക്കണം. വളരെ ആവശ്യമില്ലാതെ അവർ നിയമത്തിന് മുമ്പ് കൊണ്ടുവരുന്ന നടപടി ഇതൊക്കെ ചെയ്ത് അവസാനിക്കുക. ഇത് ചെയ്താൽ പോലീസ് പരിശോധിക്കും. ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 2 ദിവസം മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ പത്രസമ്മേളനം കാണുമ്പോൾ രാത്രിയെന്നോ പകലൊന്നും ഇല്ലാതെ വെയിലോ മഴയൊന്നുമില്ലാണ്ട് സ്വന്തം കുടുംബത്തിൻ്റെ പട്ടിണിയോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ മാറ്റാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി സ്വിഗ്ഗിയോ സൊമാറ്റോ അങ്ങനെ അതുപോലെ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അവരെല്ലാം ഒറ്റയടിക്ക് അടിച്ച് ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യമില്ല രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. ഇപ്പം അദ്ദേഹത്തിന് തന്നെ വകുപ്പായ പോലീസ് വകുപ്പിൽ ഒരുപാട് മോശം ആൾക്കാരും നല്ല ആൾക്കാരെല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ ഈ മോശം ആൾക്കാരുടെ പേരിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ മോശമാക്കി ചിത്രീകരിക്കാൻ അദ്ദേഹം തന്നെ സമ്മതിക്കില്ല. ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വന്തം വകുപ്പിനെ മൊത്തത്തിൽ അങ്ങനെ കുറ്റം പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിലിപ്പോൾ ഈ സൊമാറ്റോ ആയാലും സ്വിഗ്ഗി ആയാലും ഉണ്ടായിരിക്കാം അതിൻ്റെ മറവിൽ ഇതുപോലെ വേണ്ടാത്ത പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. പക്ഷേ അത് വിചാരിച്ച് അങ്ങനെയുള്ള മൊത്തം ആൾക്കാരെ അധിക്ഷേപിക്കുന്ന രൂപത്തിലൊരു പ്രസ്താവന മന്ത്രിയുടെ അടുത്ത് നിന്ന് വരുന്നത് ഒരു നല്ല കാര്യമില്ല. അപ്പം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു.